മലങ്കര ആരാധനാക്രമ വർഷത്തെക്കുറിച്ചുള്ള ഒരു ആമുഖ ചിന്തയാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഈ വർഷം മലങ്കര കത്തോലിക്ക സഭ മലങ്കര ആരാധനാക്രമ വർഷമായി ആചരിക്കുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആപ്തവാക്യമായി യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നതായ നമ്മുടെ കർത്താവിൻ്റെ വചനമാണ്. സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കുക എന്ന തിരുവചനം. യഥാർത്ഥ ആരാധന നടക്കേണ്ടത് ജെറുസലേമിലോ മറ്റു സ്ഥലങ്ങളിലോ അല്ല, പ്രത്യുത സത്യത്തിലും ആത്മാവിലുമാണ്. സത്യം യേശുക്രിസ്തുവാണ്. അവിടുന്ന് പ്രഖ്യാപിച്ചു, ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന്. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചവനാണല്ലോ യേശുക്രിസ്തു. അതുപോലെ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുക എന്നാണ്. അതായത് യേശുക്രിസ്തു തൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്നും പരിശുദ്ധാത്മാവിനെ സഭയ്ക്കായി അയച്ചു തന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ കൂടിയാണ് യഥാർത്ഥ ആരാധനയും പിതാവിന് അർപ്പിക്കേണ്ടത്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ യേശുക്രിസ്തുവിലും അവൻ്റെ പരിശുദ്ധാത്മാവിലും പിതാവായ ദൈവത്തിന് നൽകുന്ന ആരാധനയാണത്. യേശുക്രിസ്തു യോഹന്നാൻ്റെ 2-ാം അധ്യായത്തിൽ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നുണ്ട്, തൻ്റെ ശരീരമാണ് പുതിയ ദേവാലയം എന്ന്. പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് പുതിയ ദേവാലയം എന്ന്. അത് യേശുക്രിസ്തുവിൻ്റെ സഭയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സഭയിലാണ് ഈ പുതിയ ആരാധന നടക്കേണ്ടത്. അത് പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്നതായ ആരാധനയാണ്. ദൈവത്തിന് മനുഷ്യൻ അർപ്പിക്കുന്ന ആരാധനയുടെ ഏറ്റവും ഉദാത്തമായ രൂപമാണ് ബലി. സഭയിൽ അർപ്പിക്കപ്പെടുന്ന ഏക ബലി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽവരിയിലെ ബലിയാണ്. മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവിന് അർപ്പിച്ചതായ ഏകബലിയാണത്. ഈ ബലിയിൽ ബലിവസ്തുവും ബലിയർപ്പകനും ഒരാൾ തന്നെയാണ്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ബലിവസ്തു ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്നവനായ യേശുക്രിസ്തുവാണ്. ബലി അർപ്പകനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. മനുഷ്യരക്ഷയ്ക്കായി അർപ്പിക്കപ്പെട്ട അവൻ്റെ ബലി അനുഷ്ഠാന കർമ്മത്തിലൂടെ തുടർന്നുകൊണ്ട് പോകണമെന്ന് യേശുക്രിസ്തു ആഗ്രഹിച്ചു. അതൊരു കൽപ്പനയായി അവൻ്റെ സഭയ്ക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ ശരീരരക്തങ്ങൾ ബലി വസ്തുവായി വിശ്വാസികൾക്കേവർക്കും അവരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ എല്ലാ രക്ഷാകര സംഭവങ്ങളുടെയും ഓർമ്മ നിലനിർത്തുവാനാണ് സഭയിൽ ആരാധനാക്രമ വർഷം ആചരിക്കുക. ആരാധനാക്രമ വർഷത്തിലെ എല്ലാ കാലങ്ങളും, ഓരോ കാലങ്ങളിലെയും എല്ലാ തിരുനാളുകളും യേശുക്രിസ്തുവിൻ്റെ സജീവമായ ഓർമ്മ വിശ്വാസികളിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ രഹസ്യങ്ങളിലേക്ക് ആഴത്തിൽ വിശ്വാസികളെ കൊണ്ടുപോകുവാനും അവരുടെ വിശ്വാസത്തെ കൂടുതൽ പ്രജ്വലിപ്പിക്കുവാനും സഹായിക്കും. ഓരോ കാലത്തിൻ്റെയും തിരുനാളുകൾ ക്രിസ്തു സംഭവത്തിൻ്റെ ആഴങ്ങൾ അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കും. മലങ്കര കത്തോലിക്ക സഭയുടെ ആരാധനാ വർഷം ആരംഭിക്കുക നവംബർ മാസം ആരംഭത്തിലാണ്. ആദ്യ ആരാധന
ക്രമകാലത്തെ നാം വിളിക്കുക സുബോറോ കാലം എന്നാണ്, അഥവാ മലയാളത്തിൽ വചനിപ്പു കാലം എന്ന് വിളിക്കും. യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായ തിരുസഭ അവളുടെ കാന്തനോടൊപ്പം അവൻ്റെ എല്ലാ രക്ഷാകര കർമ്മങ്ങളുടെയും ഓർമ്മകളിലൂടെ ഒരു വർഷം കടന്നു പോവുകയാണ്. ആ ഒരു വർഷത്തെ തീർത്ഥയാത്രയിൽ അവൾക്ക് ആദ്യമായി ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യ ഞായറാഴ്ചയെ ഹൂദോസ് ഈത്തോ ഞായർ അഥവാ സഭയുടെ വിശുദ്ധീകരണം എന്ന് ഈ ഞായറാഴ്ചയെ വിളിക്കുന്നു. രണ്ടാമത്തെ ഞായറാഴ്ച ഹൂദോസ് ഈത്തോ ഞായർ ആണ്. അത് സഭയുടെ നവീകരണത്തിൻ്റെ ഞായറാഴ്ചയാണ്. ഈ രണ്ട് ഞായറാഴ്ചകളിലൂടെ സഭ അവളെ തന്നെ ഒരുക്കി ഈ ഒരു വർഷത്തേക്കുള്ള കാന്തനോടൊപ്പമുള്ള തീർത്ഥയാത്രയിൽ തന്നെ അണിയിച്ച് ആത്മീയമായി ഒരുക്കുന്നു. വചനിപ്പ് കാലത്തിൻ്റെ മൂന്നാം ഞായറാഴ്ച നാം ഓർക്കുക ദൈവദൂതൻ്റെ സ്കറിയായോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയാണ്. തുടർന്ന് നാലാം ഞായറാഴ്ച ദൈവമാതാവിനോടുള്ള ഗബ്രിയേൽ ദൂതൻ്റെ അറിയിപ്പാണ്. അഞ്ചാം ഞായറാഴ്ച ദൈവമാതാവ് എലിസബത്തിനെ സന്ദർശിക്കുന്ന ഞായറാഴ്ചയാണ്. പിന്നീട് ഡിസംബർ 1 തീയതി മുതൽ രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ 25 നോയമ്പ് ആരംഭിക്കുകയാണ്. മലങ്കര സഭയിൽ ഈ 25 ദിവസങ്ങളിലും മാംസം വർജ്യമാണ്. നോയമ്പിൻ്റെ പ്രത്യേക പ്രാർത്ഥനകൾ വിശ്വാസികൾ ചൊല്ലേണ്ടതായിട്ടുണ്ട്. ഡിസംബർ 7 തീയതി ഞായറാഴ്ച യോഹന്നാൻ മാബ്ദാനായുടെ ജനനത്തിൻ്റെ തിരുനാൾ ഓർമ്മിക്കുകയാണ്. ഡിസംബർ 14 തീയതി ഞായറാഴ്ച മാർ യൗസേപ്പിനുണ്ടായ ദൈവദൂതൻ്റെ ദർശനം ഓർമ്മിക്കുകയാണ്. ഡിസംബർ 21 തീയതി ഞായറാഴ്ച എൽദോ തിരുനാളിനുള്ള ഒരുക്കത്തിൻ്റെ ഞായറാഴ്ചയാണ്. ഡിസംബർ 25 തീയതി എൽദോ തിരുനാൾ നാം ആചരിക്കുകയാണ്. ഡിസംബർ 26 തീയതി പരിശുദ്ധ ദൈവമാതാവിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. ജനുവരി 1 തീയതി നമ്മുടെ കർത്താവിൻ്റെ നാമകരണ തിരുനാളാണ്. ജനുവരി 6 തീയതി നമ്മുടെ കർത്താവിൻ്റെ ദനഹ തിരുനാളാണ്. മലങ്കര ക്രമത്തിൽ എൽദോ ദനഹ കാലം ഒന്നിച്ചാണ് ഒരു കാലമായി കണക്കാക്കുക. ഈ വർഷം എൽദ ദനഹ കാലം ആരംഭിക്കുന്നത് ഡിസംബർ 21 തീയതിയാണ്. അത് അവസാനിക്കുന്നത് 2026 ഫെബ്രുവരി 14 തീയതിയാണ്. ഫെബ്രുവരി 15 തീയതി മുതൽ വലിയ നോയമ്പ് കാലം ആരംഭിക്കുന്നു. ഈ എൽദ ദനഹ കാലത്തിലെ പ്രധാന തിരുനാളുകൾ ഓർമ്മിപ്പിക്കുക. ജനുവരി 15 തീയതി വിശുദ്ധ ദൈവമാതാവിൻ്റെ വിത്തുകളെ പ്രതിയുള്ള ഓർമ്മയുടെ തിരുനാളാണ്. ജനുവരി 26 തീയതി 3 നോയമ്പ് ആരംഭിക്കുകയും 29 തീയതി 3 നോയമ്പ് വിടുകയും ചെയ്യുകയാണ്. മലങ്കര ക്രമത്തിൽ 3 നോയമ്പ് നിർബന്ധമുള്ള കടമുള്ള നോയമ്പാണ്. മാംസം, മീൻ, മുട്ട ഇവ ഈ 3 ദിവസങ്ങളിലും വർജ്യമാണ്. അതോടൊപ്പം തന്നെ വിവാഹ വിലക്കുകൾ ഉണ്ടായിരിക്കുന്നതുമാണ്. ഫെബ്രുവരി 1 തീയതി ഞായറാഴ്ച പരേതരായ വൈദികരുടെ ഓർമ്മയാണ് കൊഹിനോ ഞായർ. ഫെബ്രുവരി 2 തീയതി നമ്മുടെ കർത്താവിൻ്റെ മായൽത്ത തിരുനാളാണ്. നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശനത്തിൻ്റെ തിരുനാൾ. ഫെബ്രുവരി 8 തീയതി ആനീതേ ഞായറാണ്. പരേതരായ വിശ്വാസികളെ നമ്മൾ ഓർമ്മിക്കുകയാണ്. അന്ന് ഇടവക സമൂഹം മുഴുവൻ സെമിത്തേരി സന്ദർശിക്കുകയും പരേതർക്ക് വേണ്ടി പ്രത്യേക ധൂപപ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന ദിവസമാണ്. തുടർന്ന് വരുന്ന
ഫെബ്രുവരി 15-ാം തീയതി വലിയ നോയമ്പ് ആരംഭിക്കുകയാണ്, പിതൃത്വ ദിനം. അടുത്ത വീഡിയോയിൽ വലിയ നോയമ്പ് മുതലുള്ള ആരാധനാക്രമ വർഷത്തിലെ ദിവസങ്ങളെക്കുറിച്ച് സംസാരിക്കാം.